ഒരു കൂട്ടം കാണിച്ചു തരാം. ഒരു രസമുണ്ടേ. പിന്നെ കരികിലി ഒന്നും തൂത്തു വാരത്തില്ലെന്ന് പറഞ്ഞു. തീർന്നില്ല. നമ്മളെ ഇവിടെ കാണാൻ പോകുന്ന അത്ഭുതത്തിൻ്റെ കാര്യം പറഞ്ഞു. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? റെയിൻ ഫോറസ്റ്റ്. ഞാൻ കുറേ വർഷം ആ ബിൽഡിങ് താമസിച്ച കണ്ടോ, കോട്ടേഴ്സ്. അതെ, അത് BSNLൻ്റെ കോട്ടേഴ്സാണ്. അവിടെ ഞാൻ ഒരുപാട് നാൾ താമസിച്ചാണ്. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഇത് എപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു റിസോർട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ടൗണിൽ നിന്നൊക്കെ മാറി നല്ല ശാന്തസുന്ദരമായ ഒരു റിസോർട്ടാണ്. 24 മണിക്കൂറും അതിൻ്റെ അകത്ത് പ്രത്യേക മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ താമസിക്കുന്ന കാലം പോലെ എനിക്ക് ഇവിടെ പോകണമെന്നുണ്ട്. അപ്പം ഇന്നാണ് ദൈവം അങ്ങനെ വന്നത്. അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ മഞ്ജു വാര്യർ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. മഞ്ജുവിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇട്ട് കാണിക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ വർത്തമാനമൊന്നുമില്ല, നമുക്ക് അതിൻ്റെ അകത്തോട്ട് പോകാം. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്നുള്ള എൻട്രി എന്ന് പറയും നമ്മുടെ ഇത് ND പോളിൻ്റെ വില്ലയാണ്. ആ വില്ലയ്ക്ക് അകത്തോട്ട് വേണം കയറുന്നത്. അപ്പോൾ പോവാം. അപ്പോൾ വണ്ടി എടുത്തു പോയേക്കാം. Come on, let's go. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. ഗൈസ്, നമ്മളിതേ റെയിൻ ഫോറസ്റ്റിന്റെ അകത്തോട്ട് കയറി. ഇത് ഓൾറെഡി വില്ലകളാണ്. MD പോളിന്റെ വില്ലകളാണ്. ND പോൾ, സോറി. അപ്പൊ അതിന്റെ വില്ലകളാണ്. കണ്ടോ, റെയിൻ ഫോറസ്റ്റ്. ഇത് ഈ വഴി റെയിൻ ഫോറസ്റ്റ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ കാണാം. നിങ്ങൾക്ക് റൂട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ND പോളിന്റെ വില്ലകള്. അപ്പോൾ ഇത് നേരത്തെ ഇതിന്റെ അപ്പുറത്തെ ഒരു വഴിയുണ്ട്, അതുവഴി കൂടി ആയിരുന്നു. പക്ഷെ അത് അവർ ബ്ലോക്ക് ചെയ്തു. അല്ലമ്മേ, ഇതായിരുന്നു വഴി. ആ വഴി കൂടി ആയിരുന്നു ഇങ്ങനെ വന്ന് ഇതുവഴി കയറി ഇങ്ങനെ നേരെ അങ്ങ് പോവായിരുന്നു. ഗൈസ്, നമ്മൾ ആ വഴി തന്നെ നേരെ വന്ന് റെയിൻ ഫോറസ്റ്റിലോട്ട് എത്തി. ഗൈസ്, നമ്മൾ റെയിൻ ഫോറസ്റ്റിലോട്ട് എത്തി. അവിടെ പാർക്കിംഗ് അവിടെ. നമ്മളൊരു മലയിലെത്തിയത് കേട്ടോ, അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാവേ. അവിടെ ആരെയും കണ്ടില്ല. അവിടെ ഒരു സെക്യൂരിറ്റിക്കാരൻ ഇരിപ്പുണ്ട്. നമുക്ക് ചോദിക്കാം. ഇവിടെ നമ്മുടെ BSNLൻ്റെ കോട്ടേഴ്സിൽ കുറച്ച് നാൾ താമസിച്ചതാണ്. അത് കഴിഞ്ഞ് ഇടയ്ക്ക് നമ്മുടെ മഞ്ജു വാര്യർ വന്നില്ലേ, അപ്പം ഞാൻ വന്നായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഇവിടെ വരണമെന്ന്. പിന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ ഞാൻ വരാൻ പറയും. സീസണൊക്കെ എപ്പോഴാണ് ആൾക്കാർ കൂടും? 2 മാസം മുന്നൊക്കെ ആയിരുന്നു. അതെ അല്ലേ, ശരിയാ. നമ്മൾ അവിടോട്ട് പോയിട്ട് വരാം. നമ്മളിങ്ങനെ ടൂറിസ്റ്റ് പ്ലേസിൽ എത്തിയിരിക്കാം. ഇത് റിസോർട്ടാ? കോട്ടേജുകളല്ലേ? ചെറിയ ചെറിയ കോട്ടേജുകളുണ്ട്, താമസിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അമ്പലം പോലെ ഉണ്ടല്ലേ? നമുക്ക് നോക്കാം. വരൂ. ഇത് കണ്ടോ, ഇവിടെ ഇപ്പോൾ ടൂറിസ്റ്റുകൾ ഇപ്പോൾ ഒരു സീസണല്ല. കാരണം പിള്ളേർക്ക് സ്കൂളൊക്കെ ഉള്ളതുകൊണ്ടേ സീസണല്ല. സീസണുള്ള സമയത്ത് ഇവിടെ ഭയങ്കര രസം, മൊത്തം വെള്ളമായിരിക്കും. അതെ, എന്നാ രസമല്ലേ ഇവിടെ കാണാൻ. ഒരു വലിയൊരു കല്ലിരിക്കുന്നുണ്ടോ? ഇവിടെയൊക്കെ വാട്ടർഫോൾ ഉണ്ടായിരുന്നു. നല്ല ഓഫ് ചെയ്തിരിക്കുക കേട്ടോ. അതിപ്പോൾ നമ്മളവിടെ സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ ഇപ്പോൾ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് പറഞ്ഞത്. എവിടെയൊക്കെ ഉണ്ടോ? കൂടുതൽ വരുന്നത് ഇതിങ്ങനെ ഒരു കോട്ടേജ്. അതിൻ്റെ അകത്ത് ഇവിടെ ഇതിപ്പോൾ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. കോട്ടേജ് അതിൻ്റെ അകത്ത് താമസിക്കാനുള്ള എല്ലാ സൗകര്യവും. നമുക്ക് അവിടെ കൂടെ ചുറ്റി നോക്കാം. ഈ സമയത്ത് ഞാൻ എൻട്രിയാ ചെയ്തിട്ടില്ല. ഇവിടെ ചെറുതായിട്ട് വെള്ളമൊക്കെ അടപ്പുണ്ട്. ഇതിപ്പോൾ സീസൺ ഉണ്ടല്ലേ, എല്ലാം ഓഫാ. അവിടെ ഒരു ഇത് പോയത് കണ്ടോ, എന്ത് വരുന്നത്? ഒരു ചുമല കളറിൻ്റെ ഇതൊരു സാധനം. ഇത് കണ്ടോ, ആട്ടുകല്ലോ, പണ്ടത്തെ ആട്ടുകല്ല്. ഇരിക്കുന്നിടമാണോ അത് ഇരിക്കുന്നിടമാണോ? അതെ, ഒള്ളി ഹൗസസ് കണ്ടോ, അവിടെ നിന്നാണ് വെള്ളമൊക്കെ പമ്പ് ചെയ്ത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? എങ്ങനെയുണ്ടോ? ഇവിടെ വെള്ളം ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ ഓഫ് ചെയ്തിട്ടിരിക്കുക. ഇതാണ് ഇതിൻ്റെ റെയിൻ ഫോറസ്റ്റിൻ്റെ അകത്തളം. അവിടെ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകി വരും ആ ഭാഗത്തുനിന്ന്. പിന്നെ ആ താഴെ കണ്ട കുളം പോലെ. ഇവിടെ എന്നാ രസമാണെന്നറിയാം. ഈ വെള്ളം ഇപ്പോൾ വീഴിക്കാത്തതുകൊണ്ടുള്ള ഒരിതാണ്. നമ്മളിപ്പോൾ വന്നതേ ആ സമയം സീസണിൽ വന്നാലേ ഇവിടെ വെള്ളം വീഴുന്നൊക്കെ കാണാൻ പറ്റുള്ളൂ. ഒരു കൂട്ടം കാണിച്ചു തരാം.
ഇത് ചൂണ്ടയെടുത്തോ പൊക്കോണോ? സൂക്ഷിച്ച് കയറണം ഇവിടുന്ന്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഞാൻ എന്തായാലും അഡ്രസ്സ് ഇടുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ സീസൺ അല്ലാത്തതുകൊണ്ടാണ് ഇവിടെ മഴയില്ലാത്തത്. അല്ല വെള്ളം എപ്പോഴും വീണുകൊണ്ടിരിക്കുക. എന്നാ രസമാണെന്ന് ആലോചിച്ച് ഇത് കണ്ടോ അങ്ങ് മേളിച്ച് നമുക്കൊരു വ്യൂ നോക്കാം. വീടല്ലേ അതെ, പക്ഷെ മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ ഒക്കെ നല്ലതായിട്ട് വഴുവഴുക്കൽ കാണും. അയ്യോ അതിരിക്കട്ടെ, അതിൽ പാലും ഉണ്ട്. അതോ അത് ചെറിയ ചെറിയ റിസോർട്ടാ. അത് കണ്ടോ, താഴെ കണ്ടോ, അത് കണ്ടോ, കൊള്ളാല്ലേ. എന്തോ ഇങ്ങോട്ട് വയ്ക്കാം, ഫോട്ടോ എടുക്കാൻ പോവാ. ഇതാണ് റെസ്റ്റോറൻറ്റ്. നമുക്ക് റെസ്റ്റോറൻറ്റിലൊന്ന് കയറാം. സമയം ദേ ഇപ്പം 2 മണി. നമുക്ക് അവിടെ കഴിക്കാൻ പറ്റുമോ? അതെ, ആളില്ല. ഇത് കണ്ടോ, ഞാൻ ഇപ്പോഴും ശ്രദ്ധിച്ചേ, ഈ ഭിത്തിയിലൊക്കെ വരച്ചു വെച്ചിരിക്കുന്നുണ്ടോ? രസമല്ലേ കാണാൻ? ഒരു മീനിൻ്റെ അസ്ഥി പോലെ. പിന്നെ ഞാൻ ഗൈസ് പറയുകയാണ്, ഇവിടെ ഇപ്പം സീസണല്ല, അറിയാലോ, സ്കൂളൊക്കെ തുറന്നുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞു, അതുകൊണ്ട് ആളില്ലാത്ത കേട്ടോ. അല്ലെങ്കിൽ എന്നെ വൈബാണെന്നറിയാം. നമുക്ക് നോക്കാം, എല്ലാവരും എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി കാണിക്കാം. ടൂറിസ്റ്റ് സമയമാകുമ്പോഴത്തേക്കും അവരോട് ഞാൻ ചോദിക്കാം സീസൺ എപ്പോഴാണ്, അതനുസരിച്ചിട്ട് നിങ്ങൾ വരിക. ഇതിപ്പോൾ റെസ്റ്റോറൻ്റാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയമ്മേ? അതായത് ഇപ്പം നമ്മളിവിടെ ഓർഡർ ചെയ്തിരിക്കുകയാണ്, സീസൺ അല്ലാത്തതുകൊണ്ട് ഓർഡർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു 1/4 മണിക്കൂർ എടുക്കും. അപ്പോൾ അതുവരെ നമുക്കിതെല്ലാം ഒന്ന് എടുക്കാം. അപ്പോൾ അവരിപ്പോൾ അവർ നമ്മളെ വിളിക്കുമെന്ന് പറഞ്ഞല്ലേ? നമ്പർ മേടിച്ചിട്ടുണ്ട്, അത് വിളിക്കുന്നതാണ്. ഇതാണ് റെസ്റ്റോറൻറ്റ്, എല്ലാ ഫുഡും എല്ലാം ഉണ്ട് കേട്ടോ. ഇപ്പം നിലവിൽ ചൈനീസും സാധാരണ ഉള്ളു. ഇപ്പം നമ്മൾ ചിക്കൻ ബിരിയാണി അല്ല ബീഫ് ബിരിയാണി, ഒരു ഡ്രാഗൺ ചിക്കനും പറഞ്ഞത്. അതെ, അത് ആ ഒരു ഡ്രാഗൺ ചിക്കൻ അത് ചൈനീസാണ് കേട്ടോ. പിന്നെ 3 പൈനാപ്പിൾ ജ്യൂസും. അപ്പോൾ അതൊക്കെ കഴിക്കുമ്പോൾ അതെ. ഇപ്പം നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി ഒന്ന് നോക്കാം അല്ലേ? ഞാൻ ഒരു സൂത്രം കാണിച്ചു തരാം. ഇപ്പം ഇരുന്നപ്പോൾ ഇത് കണ്ടോ, ഇതെന്നാന്ന് മനസ്സിലായോ? കല്ലായത്. ഇത് കണ്ടോ, കല്ലും കൊണ്ടുള്ളത്. അത് ചേട്ടനെ കാണിക്കും. ഞാൻ വന്നിട്ട് കുറച്ച് നേരം ഇന്നലെ സാറിനെ വിളിച്ച അനുവാദം മേടിച്ചായിരുന്നു. അപ്പം ഇപ്പം സീസൺ അല്ലല്ലേ, നാളെ കുറവായതുകൊണ്ട് മഴ പെയ്യുന്ന. അതാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയാൻ തന്നെ എനിക്ക് മഴ. അതെ അല്ലേ, ഇത് സാധാരണ ഏത് സമയം നമുക്ക് ഏറ്റവും കൂടുതൽ സീസണലായിട്ടാണ് അറബികൾ. അതായത് സാറ് പറഞ്ഞ എന്നാന്നറിയോ, ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴയുണ്ടല്ലോ, ആ സമയത്ത് അറബികൾ വരുമെന്ന്. അപ്പോൾ നമ്മൾ വന്ന സമയം ഇപ്പോൾ ഒന്നുമല്ലാത്ത സമയമായതുകൊണ്ടാണ്. അതെ, മഴയിട്ട് കാണിക്കും കേട്ടോ, മഴയിട്ട് എന്നാലും കാണിക്കും. അപ്പോൾ സാറ് വീഡിയോയിൽ വരാനായിട്ട് സാറിന് വലിയ ഇഷ്ടമില്ല. അപ്പോൾ സാറ് പറഞ്ഞത് യൂറോപ്യൻ കൺട്രീസിൽ നിന്നാണ് കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ വിസിറ്റ് ചെയ്യേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അഡ്രസ്സോ കാര്യങ്ങളെല്ലാം കൊടുത്തേക്കാം, സാറിൻ്റെ നമ്പരും കൊടുത്തേക്കാം. ഇവിടുത്തെ നമ്പർ കൊടുത്തേക്കാം, ബുക്ക് ചെയ്തിട്ട് വരിക കേട്ടോ. ഓക്കെ. നമ്മളപ്പോൾ ഇതാ കാണിച്ചോണ്ടിരുന്നത്. ഇത് കണ്ടോ, ഇത് കല്ലാണ് കണ്ടോ, നല്ല രസമല്ലേ. ഒരിടത്തും കണ്ടില്ല. അത് ഭയങ്കര രസമുണ്ട് കേട്ടോ. 2 തൂണും, അത് 2 അല്ല, അങ്ങേ അറ്റത്ത് 1 തൂണ്. ഈ തൂണുകളെല്ലാം ആ കല്ലാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് ഒരു കമ്പിയും കൂടെ പോകുന്നുണ്ടല്ലേ, ഇതെല്ലാം ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കാൻ. കല്ലെടുക്കണ്ടോ, അതുപോലെ തിരിച്ചു വെച്ചോ. അതുപോലെ വെച്ചേ. നമുക്ക് അവിടെ പോയി താഴോട്ട് പോയി ഷൂട്ട് ചെയ്യും. അല്ല ഇതിലെ പോ നമ്മൾ വന്ന റൂട്ടല്ലേ. ഇതൊക്കെ കണ്ടോ, ഇരിപ്പടം പോലെ. അതെ, എനിക്ക് തോന്നുന്നു ഈ വെള്ളം നിറച്ചിട്ട് ആമ്പല് അങ്ങനത്തെ ഒക്കെ ഓരോന്ന്. ആണ്ടതെ, നിങ്ങൾ ഇവിടെ നിന്ന് ഇതൊന്ന് നോക്കിയേ, കണ്ടോ ഒരുപാട് കോട്ടേജുകളുണ്ട് ഇതുപോലത്തെ. ചേട്ടാ കോട്ടേജുകളൊക്കെ കാണിച്ചു. ഇപ്പം നമ്മളിപ്പോൾ വന്നപ്പോൾ 2 പേര് അല്ലേ താമസിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു ഭയങ്കര രസം കേട്ടോ. അതാ പറഞ്ഞ, അത് നമുക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണാം. പഴയ പാറമടയല്ലേ? ഇതേ പാറമടയായിരുന്നേ, അത് 40 അടി താഴ്ചയുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഇങ്ങനെ രൂപപ്പെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തായ്പരയാണ് ഇത്. ഏകദേശം 200 വർഷം പഴക്കമുള്ള ഒരു കെട്ടിടമാണ് ഇത് അറിയാലോ. അന്നത്തെ കാലഘട്ടത്തിൽ മിഷനറി ഒന്നുമില്ല. അപ്പോൾ അന്നത്തെ എല്ലാ ഹാൻഡ്
വർക്കാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇതൊരു 100 പൂവുണ്ടെന്നാണ് ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞത് കേട്ടോ. ചേട്ടന് വീഡിയോ വരാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. ഈ 100 പൂവും 100 ഡിസൈനാണ് കണ്ടോ. അതൊന്ന് ഓരോന്ന് എടുത്ത് കാണിച്ചാൽ സൂം ചെയ്ത്. അതെ, ഇത് കണ്ടോ, ഓരോ ഡിസൈൻ. ഇത് കണ്ടോ, അതിലുപരി ഇത് കണ്ടോ, എത്ര വർഷം പഴക്കമുള്ള പണ്ടത്തെ സ്വിച്ചാണിത്. പണ്ടത്തെ ഇങ്ങനെ ഇടുന്ന സ്വിച്ചാണ്. അപ്പം അങ്ങനത്തെ സ്വിച്ചാണിത്. പിന്നെ ഇവിടെ നമുക്ക് കാണാം പണ്ടത്തെ ടേബിളോ കാര്യങ്ങളോ ഒക്കെ കാണാം. അതൊന്നും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്തെടുത്തെന്നോ. ഇത് കണ്ടോ, പണ്ടത്തെ നിരയുടെ കഥകായത്. പിന്നെ ഇത് കണ്ടോ, ചാരികസേന. പണ്ടത്തെ കാർന്നവരൊക്കെ ചാരിക്കടത് എൻ്റെ സുഖമെന്ന് പറയും. പക്ഷെ ഇത് കിടന്നാലും നടുവേദന കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഭയങ്കര ഒരു ഇതാ. അതെ, മംഗലശ്ശേരി നീലകണ്ഠനാണോ ചേട്ടൻ ചോദിക്കുന്നത്? അതെ ചേട്ടാ. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് നല്ലൊരു അല്ലേ ചേട്ടാ? ഇത് നമുക്ക് ഒരു ദിവസം എത്ര രൂപ ഒരു കോട്ടേജിന്? 6000 രൂപയും ടാക്സും ആണ് ഒരു ദിവസത്തെ താമസത്തിന്. 10% ടാക്സ്. അപ്പൊ ഫുഡ് കൂടാതെ അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം, 6000 പ്ലസ് ടാക്സ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് അതിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ എത്ര കോംപ്ലിമെന്ററി ആണ് അല്ലേ? കോംപ്ലിമെന്ററി ആണ്. പിന്നെ ബാക്കി ഫുഡുകളെല്ലാം ഇവിടെ കിട്ടും. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത പോലെ ചെയ്താൽ മതി. അപ്പോൾ വന്ന് താമസിക്കാൻ താല്പര്യമുള്ളവർക്ക് വന്ന് താമസിക്കാൻ നല്ല, ഇവിടെ ഫാനും വേണ്ട ഒന്നും വേണ്ട, നല്ലൊരു അല്ലേ തണുപ്പ്. അതെ 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 അതെ. അപ്പം ഇത് അങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ സാധിച്ചു. ഞാൻ കുറേ നാളായി ഇവിടെ വരണമെന്ന് വിചാരിച്ചിരിക്കും. ഇനി ഒരു ദിവസം താമസിക്കാൻ വരുന്നുണ്ട് എന്തായാലും. ഒരു രസമുണ്ടേ. എന്താണെന്നറിയോ, ഈ പൂവിന് വേറൊരു സംഭവം കൂടി ഉണ്ട്. വേറൊരു ശാസ്ത്രമുണ്ട്, സയന്റിഫിക്കൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. കാരണം എന്താണെന്നറിയോ, പണ്ടത്തെ കാലഘട്ടത്തിൽ പെണ്ണിനെ വന്ന് ചോദിക്കുമല്ലോ. ചോദിക്കുമ്പോഴത്തേനും പെൺവീട്ടുകാർ ചോദിക്കും നിങ്ങൾക്ക് എത്ര പൂവുണ്ട്. അപ്പൊ ഈ 1000 പൂവൊക്കെ ഉണ്ട്. ഇപ്പൊ ഇവിടെ 100 പൂവുള്ളൂ. സത്യത്തിൽ ഈ കാണുന്ന ഇതില്ലേ, ഇത് ഒറ്റൊരെണ്ണമായിരുന്നു, കുറെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് അല്ലേ? അപ്പൊ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പൂവിന്റെ എണ്ണത്തിന്റെ അനുസരിച്ചാണ്. ഒരു 1000 പൂവൊക്കെ ഉണ്ടെങ്കിൽ അവർ നല്ല കോടീശ്വരന്മാരാണെന്ന അന്നത്തെ കാലത്തെ ജന്മികളെന്ന് പറയും. അപ്പൊ അതുകൊണ്ടാ പിന്നെ ഒന്നും നോക്കരുത്, പെണ്ണിനെ സന്തോഷമായിട്ട് കൈപിടിച്ചേപ്പിക്കും ചേട്ടൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ഐതിഹ്യം കൂടെ ഈ പൂവിനുണ്ട്. ഇവിടെ ഇപ്പൊ 100 പൂവുള്ളൂ കേട്ടോ. ഇതിപ്പോ തായ്പര ആയതുകൊണ്ട് തായ്പരക്ക് ഇത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഇത് അതുവഴി കണ്ടോ, അതുവഴിയും റോഡുണ്ട്, ഇതുവഴിയും ഉണ്ട്, ഇറങ്ങാൻ പറ്റും. അതാണ് ചേട്ടൻ പറഞ്ഞത്. പിന്നെ നമുക്ക് മഴ പെയ്ത് കാണിക്കാമെന്നും പറഞ്ഞു. ഇതാണ് അതിന്റെ തായ്പര അല്ലേ? ഇത് കാണാൻ പറ്റും ചേട്ടാ? അത് കുഴപ്പമില്ല, അത് നമുക്ക് കാണാറുണ്ട്. ചെരുപ്പ് ഊരണമെന്നുണ്ടോ? ഇതെല്ലാം പഴയ ഇതാ അല്ലേ? പക്ഷെ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഒരു പ്രത്യേക സ്മെല്ലുണ്ട് തടിയുടെ ഇല്ലേ? ഒരു മണമുണ്ട് കേട്ടോ. ഇവിടെ ഫാനും AC ഒന്നുമില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത്രയും നല്ല ഇതാണ്. ഇതിവിടെ ഇതൊക്കെ പണ്ടത്തെ ജനല. ഇതുണ്ടോ കിച്ചു? ഇതെടുക്കും. ഇതുണ്ടോ പണ്ടത്തെ ജനലുകളാണ്, പണ്ടത്തെ കൊളുത്താണല്ലോ കാര്യങ്ങളൊക്കെ. അതിൻ്റെ അങ്ങോട്ട് കട്ടിലൊഴികെ ബാക്കി എല്ലാം ഒറിജിനലാണ്. അല്ല, ഈ കട്ടില് പഴയതാടാ. ഇതുണ്ടോ? അതിന്റെ ആ ഒരു അല്ലല്ലോ, ഇത് പഴയ കട്ടിലും തടിയൊക്കെ തന്നെ. എനിക്ക് അറിയാൻ ഇതേ പണ്ടത്തെ ഉണ്ടോ, പണ്ടത്തെ മേശയാണ്. ഇത് ഡോറൊക്കെ പിന്നെ AC ഒക്കെ വെച്ചിട്ടുണ്ട്. അത് പിന്നെ റിസോർട്ട് ആക്കിയതല്ലേ. ഇതും ഒരു അറയാ കേട്ടോ. ഇതാണ്ട് അതും കട്ടിലിന്റെ പുറയിൽ അതും ബാത്റൂം അല്ലേ? ഇതാണ് ഇവിടുത്തെ ബാത്റൂം. താമസിക്കാൻ വരുന്നവർക്ക് ഉണ്ടോ? ഇവിടെ ബാത്തബ് ഉണ്ട്. അതായത് വെളിരാജ്യത്തു നിന്നൊക്കെ വരുന്നവർക്കൊക്കെ. പിന്നെ അതെ, ഇതും ഒരു മുറിയായിരുന്നു, പക്ഷെ അത് എന്തോ അടച്ചിട്ടിരിക്കുന്നു. അല്ലല്ല, അവിടെ ഇത് പണ്ടത്തെ ഒരെണ്ണം ഉള്ളൂ. തലമാരി ഉണ്ടോ പണ്ടത്തെ? ഇതൊക്കെ നല്ല എത്ര കാലഘട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ തുറക്കാൻ പറ്റുമോ നോക്കട്ടെ. തുറക്കാം, നമ്മുടെ സാധനമൊക്കെ വെക്കാൻ പറ്റുന്നത് കണ്ടോ? വെട്ടമില്ലല്ലേ? ഇല്ല. ലൈറ്റ് ഇടണോ? ഉണ്ടല്ലോ, ലൈറ്റ് ഉണ്ട്. ഇതാ ഒരു ആംബിയൻസാ. കാണാവോ? കാണാനൊക്കെ പറ്റും. അപ്പോൾ ഇതാ ഒരു പഴയ കാലഘട്ടത്തിലെ ആംബിയൻസ്. പഴയ നമ്മളിങ്ങനെ കയറി ഇറക്കുകയും ചെയ്യുന്ന കിച്ചൂനൊന്നും അറിയത്തില്ല. അങ്ങനത്തെ കഥ. ഇതാണ് അതിൻ്റെ ലോക്ക്. കണ്ടോ ലോക്ക്? ഇവിടെ നിന്ന് ഇങ്ങനെ ഇതുവഴിയും കയറാം അല്ലേ? ഇത് കണ്ടോ?
ഉണ്ടോ? പക്ഷെ വേറെ ഈ തടിയുടെ ഒക്കെ ഘനവും അല്ലേ ബലവും എത്ര പഴയ ഒരു മെക്കാനിസം. ബെഡ് ഒഴികെ ബാക്കി എല്ലാം ആന്റിക്ക് സാധനങ്ങളാണ് കേട്ടോ. കട്ടിലും ഒക്കെ അതെ കേട്ടോ. പിന്നെ ഇതേ പഴമ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് കരിയില ഒന്നും തൂത്തു വാരത്തില്ലെന്ന് പറഞ്ഞു. കാരണം ഫോറിനേഴ്സൊക്കെ വരുമ്പോഴത്തേന് അവർക്ക് കരിയില എല്ലാം വേണം. ഈ പായൽ പോലും ക്ലീൻ ചെയ്യരുതെന്നാണ് ഇത്. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഇത് പഴയ ഒരു അല്ലേ അറ്റ്മോസ്ഫിയർ വരണം, അതാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് കാണിച്ച സ്വിമ്മിംഗ് പൂളാണ് അത്. ഇതാ 5 ഏക്കറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇതാ ബോട്ടിങ്. കറക്കമുണ്ട്. അതെല്ലാം ഈ 6000 രൂപയിലുള്ളതാണ് എല്ലാം ഉള്ളത് അല്ല, എല്ലാം ഇൻക്ലൂഡാണ്. അപ്പം താമസം മാത്രമല്ല, താമസമുണ്ട്, ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ അറിയാമല്ലോ ഇത് ഇങ്ങനെയുള്ള ഇത് എല്ലാം ചെയ്തു തരുന്നുണ്ട്. അപ്പം അതിനെല്ലാം കൂടെ കൂടിയാണ് 6000 രൂപ. അത് കിളിമീനൊന്നുമല്ല, അത് എന്തോ ഒരു. പിന്നെ ഇപ്പം നമ്മൾ ഇരിക്കുന്നത് കൂത്തമ്പലം, അതെല്ലാം ഒന്ന് കാണിയില്ലേ. ആ ഫാനുണ്ടല്ലോ, 200 വർഷം പഴക്കമുള്ള ഫാനാണ്. GCC എന്നാണ് ചേട്ടൻ അതിൻ്റെ പേര് പറഞ്ഞത് അല്ലേടാ? എനിക്ക് ശരിക്കും മനസ്സിലായില്ല. GEC അല്ലേ. ഒറ്റ ഒരു ഇതേ ഉള്ളൂ, സ്പീഡോ ഉള്ള, റെഗുലേറ്റർ ഒന്നുമില്ല, പണ്ടത്തെയാണ്. ഇത് 200 വർഷം പഴക്കമുണ്ട്. പിന്നെ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ. കേരളത്തിൻ്റെ തനി നാടൻ കലകൾ ഇത് വെച്ചാണ് നടത്തുന്നത്. ആൾക്കാരൊക്കെ വരുമ്പോഴേ, യൂറോപ്യൻസൊക്കെ വരുമ്പോൾ അവർക്ക് കഥകളി അല്ലേ എല്ലാം ഉണ്ടല്ലേ ഏട്ടാ. അവരെന്ത് പറയുന്നു അതാണ് ഇവിടെ ചേട്ടൻ പറഞ്ഞത് നടത്തി കൊടുക്കുന്നത്. നല്ല ഇതേ മീനച്ചിലാറ്, നമ്മുടെ സ്വന്തം മീനച്ചിലാറ്. ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ കോട്ടയം, ഇത് കുമരകം. അങ്ങോട്ട് അരമണിക്കൂർ അല്ലേ, അരമണിക്കൂർ എടുക്കും ബോട്ടിന്. ഇങ്ങോട്ടാണ് 2 മണിക്കൂർ. 2 മണിക്കൂർ എടുക്കും കുമരകത്തിന് പോകാനായിട്ട്. അതെല്ലേ, എടാ അതുകൂടെ കാണിച്ചു ഒരു ബോട്ടുണ്ട്. അതാണ് മുക്കിയിട്ടിരിക്കുന്നത്. അടി കിടക്കും ഇതന്നെ മുക്കിയിട്ടിരിക്കുന്നത്. അങ്ങനെ ഇട്ട് വെള്ളിയാഴ്ച വെള്ളത്തിന് നോക്കത്തെ അത് ഇതടിച്ചു പോകും, പിന്നെ കനം കുറഞ്ഞിട്ട്. ഓ, പിന്നെ ഇതുണ്ടല്ലോ, ഓപ്പൺ എയർ തിയേറ്ററാണ്. ആംബി തിയേറ്റർ എന്നാണ് പറയുന്നത്. അതായത് ഒരു 300 പേർക്ക് ഇത് ഇവിടെ ഇരുന്നുണ്ടോ, സീറ്റ് കപ്പാസിറ്റി ഉണ്ട്. 300 പേർക്ക് ഇരുന്ന് ഇവിടെ ഇരുന്ന് സിനിമ. പിന്നെ ഇതിന് അവിടെ ഫുഡുണ്ടെന്ന് പറഞ്ഞു. അവിടെ പ്രത്യേകിച്ച് റെസ്റ്റോറൻ്റ് ഉണ്ട് തിയേറ്ററിൻ്റെ അടുത്ത് തന്നെ. അവിടെ ഉണ്ട്. ഇതുണ്ട് 2 നില കോട്ടേജ് ഉണ്ടോ അവിടെ. ഗൈസ്, ഞാനിരിക്കുന്ന ഈ ആട്ടുതൊട്ടിലുണ്ടല്ലോ 40 ദിവസം നമ്മുടെ രാജ്ഞി നയൻതാര, അറിയാവുന്നതൊക്കെ രാജ്ഞി എന്ന് ഞാൻ പറയുമ്പോൾ നമ്മുടെ സിനിമാ ലോകത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നമ്മുടെ നയൻതാര ഇരുന്ന് ആടിയ ഊഞ്ഞാലിലാണ് ഞാനിരുന്ന് ആടുന്നത്. ഇവിടെ താമസിക്കാൻ വന്നല്ലേ? ആണോ? എന്ന് വന്നായിരുന്നു ചേട്ടാ? ബോഡി ഗാർഡിന്റെ ഷൂട്ടിങ്ങിന് വന്നതാണ് കേട്ടോ. എന്തോ നമ്മുടെ ദിലീപും എല്ലാം ഉണ്ടായിരുന്നല്ലേ? ആ സിനിമയിലെ എല്ലാ ആൾക്കാരും ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ഇതൊരു 2 നില കോട്ടേജ് അല്ലേ, പണ്ടത്തെ ഒരു അല്ലേ നൊസ്റ്റാൾജിക്. തീർന്നില്ല, നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് തണുത്ത് പോകും. ഇവിടുന്ന് വിളിച്ചായിരുന്നു, റെഡി ആക്കിയപ്പോൾ ഞങ്ങളെ വിളിച്ചു. ഇനി കുറച്ചുകൂടെ കവർ ചെയ്യാം, കഴിക്കാം. നമുക്കിനി കഴിച്ചിട്ട് കാണാം. നമ്മുടെ ഡ്രാഗൺ ഫുഡും ജ്യൂസും, ഡ്രാഗൺ ചിക്കനും ജ്യൂസും വന്നു. ഇനി നമ്മുടെ ബിരിയാണി വരാനുണ്ട് അല്ലേ? ബിരിയാണി വന്നു. തടിയുണ്ടോ ബീഫ് ബിരിയാണി. നമ്മൾ കഴിച്ചിട്ട് കാണാം കേട്ടോ.
ഇതേ ഈ സംഭവം ഒരൊറ്റ കല്ലാണ്, 400 വർഷം പഴക്കമുണ്ട്. ഇത് പഴയ വീടിൻ്റെയൊക്കെ ഫ്രണ്ടിലെ ആ നടുമുറ്റത്തെ സൈഡിൽ വീടിന് കയറി വരുന്നു ഉമ്മറത്തല്ലേ ഏട്ടാ? സൈഡിൽ തന്നെ വെച്ചിട്ട് ഇത് പശുവിന് കാടി കലക്കി കൊടുക്കുന്ന കുടി കൊടുക്കുന്ന സംഭവം എന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഈ വെള്ളം നിറച്ചിട്ട് ആമ്പല് ഒറ്റ കല്ല അല്ലേ? ഇതൊക്കെ ഇപ്പൊ മേടിക്കാൻ ചെന്ന എത്ര ലക്ഷം രൂപ കൊടുക്കാം അല്ലേ? പിന്നെ കിട്ടത്തില്ല. നമ്മളെ ഇവിടെ കാണാൻ പോകുന്ന അത്ഭുതത്തിന്റെ കാര്യം പറഞ്ഞില്ല, വെള്ളം ഓൾറെഡി ആണ്ടേ വെള്ളച്ചാട്ടം ഓൾറെഡി ഡിറ്റുകണ്ട. അതാണ് വെള്ളച്ചാട്ടം. അത് സൂം ചെയ്യടാ. അപ്പൊ നമുക്ക് അവിടെ പോയി എടുക്കാം. ഇനി ഇതേ മഴ ഇടാൻ നമുക്ക് കാണിച്ചു തരാം, നല്ലപോലെ കാണിച്ചു തരാം അല്ലേ? മഴ ഇടാൻ പോവാണ്. അപ്പം മഴ ഇട്ട് വരുമ്പോൾ ഇച്ചിരി സമയം എടുക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് വെള്ളച്ചാട്ടം കാണാം. ഒരു മഴ പെയ്യുന്നുണ്ട് ഗൈസ്, ഇഷ്ടമൊക്കെ ആയിട്ട്. ആർട്ടിഫിഷ്യലായിട്ട് പൈപ്പ് ഫിറ്റ് ചെയ്യും. അപ്പോൾ ഇത്ര ഏരിയയിലേ നമ്മൾ ചെയ്യിക്കാറുള്ളൂ. അല്ല ഞാൻ ചോദിച്ചു, അല്ലാതെ എന്തേലും വരും മൊത്തം ഉണ്ടല്ലേ? അന്ന് ഞാൻ വന്നപ്പോൾ മൊത്തം ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു. വെള്ളച്ചാട്ടത്തിൻ്റെ അടുക്കലോട്ട് പോകാം. പൂഴ്ചേ ഈ ഗുഹയുണ്ടല്ലോ, മെഡിറ്റേഷന് യൂസ് ചെയ്യുന്നതാണ്. രാവിലെ ആ ഒരു അതിനായിട്ട് ഒരുപാട് ലൈറ്റുകളൊന്നും ഇടുന്നില്ല. ലൈറ്റൊന്നും ഇല്ലാത്ത സാധാരണ ഒരു വെട്ടത്തിലുള്ള ഒരു മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മനസ്സും ശരീരവും ഒക്കെ ഒന്ന് ശാന്തതയാകാനായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലമാണ്. ഭയങ്കര രസമാണ് കേട്ടോ. ഒന്നും പറയാനില്ല. ഗുഹയാണ് ഗുഹ. ഇത് കംപ്ലീറ്റ് പാറയാണ്. പാറ ഇതൊക്കെ തടിയേൽ ഉള്ള പരിപാടികൾ. ഇത് കംപ്ലീറ്റ് പാറ. ഇതൊക്കെ പാറയുണ്ടോ? അതെ, അതുകൊണ്ടോ? അതും ഒരു മരത്തിൻ്റെ വേരിങ്ങനെ പാറ കൂടെ പോയതായിട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അടിപൊളി, സൂപ്പർ. ഇതിന്റെ യൂസേജ് എന്നാന്ന് പറ. ഇതിന്റെ യൂസേജ് പറഞ്ഞ മെഡിറ്റേഷൻ. രാവിലെ വന്ന ഒരു മെഡിറ്റേഷൻ കാര്യങ്ങൾ, ധ്യാനം ഒക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലിരിക്കുന്നതാണ് അവിടെ ഇരിക്കാൻ. ഇത് കണ്ടോ? അവിടെ ഇരിക്കണമുണ്ട്. ഇതുണ്ട് ഈ കല്ല്. മരുന്നൊക്കെ ഒന്ന് കാണിച്ചു. അതിലിങ്ങനെ എനിക്കിപ്പോൾ കാല് പൊക്കി ഇവിടെ ഇരിക്കാം, അവിടെ ഇരിക്കാം, അവിടെ ഇരിക്കാം. പാറയൊക്കെ നല്ലതായിട്ട് കിടന്നാൽ സുഖമാണ്. അവിടെ ഒരു ചെറിയ ലൈറ്റ്. ഇത് കൂടെ കാണിച്ചിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇതൊക്കെ സ്പാ ആക്കുന്നു. പണി തുടങ്ങിയിട്ടില്ല. എല്ലാം ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നുള്ളൂ, പൂർണ്ണമായിട്ടില്ല. നമുക്ക് ചുമ്മാ കയറി നോക്കാം. ഗൈസ് ഒരു മിനിറ്റ്, ഞാൻ ലൈറ്റ് ഓൺ ആക്കട്ടെ. ഇതിവിടെ തട്ടി വരട്ടെ. ആണ്ടെ ഈ സാധനം മിക്കവർക്കും അറിയാമെങ്കിൽ കമൻറ്റിൽ പറയുക. അതെ അതെ, ഇതെന്നാന്ന് മിക്കവരും പറയാം, കേട്ടല്ലോ. അപ്പം ഇത്രയാണ് അല്ലേ? നമ്മൾ 5 കൊല്ലം ഇവിടെ ഈ സ്ഥലത്ത് താമസിച്ചിട്ടും അറിഞ്ഞില്ല, കാണാൻ പോലും പറ്റി. അതെ, ഇത് അവിടെയൊക്കെ കണ്ടോ? അവിടെയൊക്കെ സീസൺ ആകുമ്പോഴത്തേക്ക് എല്ലാവരും മറ്റേ വെള്ളത്തിൻ്റെ ഇതൊക്കെ ഉള്ളൂ, ഇപ്പം ഇല്ല. ഒരു ഭംഗിയായിരുന്നു. ഇതൊക്കെ പോട്ടിരിക്കുന്നത്. ഈ കഥ ഉണ്ട്. ഇതൊക്കെ പഴയ ഉണ്ടോ? ലോക്കാണ്. ഇത് ലോക്കാം.
ഇതാ ഇതിലെ വീടാവാ ഇതുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ളത്തിൻ്റെ വരും. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അതുകൊണ്ട് അവിടെ ഇരിക്കുന്നിടവും കൂടെയാ 2 പേർക്ക്. അതെ, അത് കപ്പിൾസിൻ്റെ ആണ്. നമ്മൾ പിന്നെ ഇതുവഴിയൊക്കെ വെള്ളം ഒഴുകി വരുന്നു. ഇത് കാണുമ്പോഴേ അറിയാം കണ്ടോ. നമ്മൾ ഏറ്റവും ആദ്യത്തെ 200 വർഷം പഴക്കമുള്ള ഒരു ഇത് കാണിച്ചില്ല കോട്ടേജ്, അത് കപ്പിൾസിന് പ്രത്യേകമുള്ള, അതിന് പ്രത്യേക റെൻ്റാണ്. ഓ അങ്ങനെയല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെയിൻ ഫോറസ്റ്റ് യാത്ര തൽക്കാലം ഇവിടം കൊണ്ട് നിർത്തുവാണ്. അടുത്തൊരു ദിവസം നമുക്കിവിടെ ഒന്ന് താമസിക്കണം. അപ്പോൾ എല്ലാവരോടും ഞാൻ ഓൾറെഡി എല്ലാ കാര്യങ്ങളും തന്നെ ഷെയർ ചെയ്തു. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇത്രയും നല്ലൊരു എന്താ പറയുന്നത് ടൂറിസ്റ്റ് കേന്ദ്രം നമ്മുടെ കോട്ടയത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ പ്രത്യേകിച്ച് കോട്ടയംകാർ എല്ലാവരും എക്സ്പ്ലോർ ചെയ്യണം. ഇവിടെ വരുമ്പോൾ അതിൻ്റെ ആ ഒരു മനോഹാരിത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ നമുക്ക് ഫുഡ്, ഏത് ഫുഡ് പറഞ്ഞാലും അവർ പ്രിപ്പയർ ചെയ്തപ്പോൾ തന്നെ തരുവാണ്, ചൂടായിട്ട് തന്നെ. പിന്നെ ഇവിടുത്തെ ആ ഒരു പ്രകൃതി രമണീയമായ ഒരുപാട് കാടുകൾ നിറഞ്ഞ കോട്ടേജുകളിൽ നമുക്ക് താമസിക്കാൻ പറ്റും. പിന്നെ അറിയാലോ മഴ, അതിപ്പോൾ ഈ സമയമായതുകൊണ്ടാണ്, കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് ഫുൾ ഏരിയ മഴയാക്കുന്നത്. പിന്നെ നമ്മളിതിൻ്റെ ബെഡ് ചാർജ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. 6000 പ്ലസ് ടാക്സ് ആണ്. അതിൻ്റെ ഇൻക്ലൂഡ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ട ഫുഡുകളൊക്കെ പറയാം. ഒത്തിരി ടൂറിസ്റ്റുകൾ ഇവിടെ ഉണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്കിന് ആരും ഇല്ലെന്ന് തോന്നുന്നതാണ്, പക്ഷേ കോട്ടേജുകളിലുണ്ട്. അപ്പം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ. ഇതാണ് നമ്മുടെ ഓഫീസ് ഏരിയ. ഇവിടെ ബില്ല് കാര്യങ്ങളൊക്കെ ചെയ്യുന്നല്ലേ. ഇതൊക്കെ ആൻറ്റിക്ക് കേട്ടോ, പഴയ കാര്യങ്ങളല്ല. ഇതുണ്ട്. ഇത് കണ്ട് 2 മുഖം, ആണും പെണ്ണും മുഖമായത് കണ്ടോ. മൂക്ക് ഉപയോഗിച്ചിരിക്കുകയാണ്. പിന്നെ ഇതാ ഒരു സൂത്രം കാണിച്ചു തരാം. ഇത് കണ്ടോ. ഇത് തേക്കിൻ്റെ ഒറ്റ തടി തീർത്തിരിക്കുന്ന കേട്ടോ. ഇത് എത്ര വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ? വലിയ ഇല്ലല്ലേ, എന്നാലും ഭയങ്കര ഭംഗി. ഇതിനകത്ത് കോഴ്സാണ്, കോഴ്സ് കുതിരകൾ. അപ്പോൾ നമുക്കിവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്, അതൊന്ന് കാണാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാവുന്നത്, ഭയങ്കര ആർട്ടിഫിഷ്യൽ, നല്ല രസമാണ് ഇതിൻ്റെ അകത്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇൻറ്റീരിയർ അല്ലേ, ഒരു രക്ഷയില്ല. നല്ല തടിയല്ല, തടിയുടെ പഴയ. ഇത് പഴയതോ? ഇത് കരിക്കില്ല, ഇത് കരിക്കില്ല. അതല്ല, ഇത് തടി. ഓ അമ്പാടാ, ഇതാണോ ഓ ഇത് റിസപ്ഷൻ അല്ലേ, ബർത്ത്ഡേ പാർട്ടി അങ്ങനെയൊക്കെ ഉള്ളതിന്. ആ ഇതെന്നാന്ന് മനസ്സിലായില്ല. മിനി ബാർ. അച്ഛൻ്റെ റിസപ്ഷൻ ഇവിടെ വെച്ചാണ്. ഇവിടെ ചേർത്ത, ഇവിടെ ചേർത്ത കണ്ടോ. ആ മുളയല്ലേ. അതൊക്കെ വർക്കിംഗ് കണ്ടീഷനാണ് ഇപ്പം. ഓഡിറ്റോറിയം യൂസ് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ. അച്ഛൻ്റെ എങ്ങനെയാ ഇവിടെ തന്നെ ആക്കിയോ? ആക്കാം. പിന്നെ ഇത് തന്നെയാണ്, വേറൊന്നും പറയാനില്ല. നമ്മൾ തൽക്കാലം ബൈ ബൈ.